കണ്ണൂർ പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്ന് അമ്മയും കുഞ്ഞും പുഴയിൽ ചാടി. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് സംഭവം. വെങ്ങര നടക്കും താഴെ സ്വദേശി MV റീമയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. 3 വയസ്സുള്ള മകനായി തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഉണ്ട്. മിഥുൻ, യുവതിയുടെ മൃതദേഹം കണ്ടെത്തി മകനായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. രാഗി, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. വെങ്ങര നടക്കുതാഴെ സ്വദേശിയായ MV റീമയും 3 വയസ്സുള്ള മകനെയും കൊണ്ട് ഇവർ പുഴയിൽ ചാടുകയായിരുന്നു. സംഭവം അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് കണ്ടത്. തുടർന്ന് വിവരം ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും അറിയിക്കുകയായിരുന്നു. പുലർച്ചെ തൊട്ട് തുടങ്ങിയ തെരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ റീമയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമാണ് ഈ മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. 3 വയസ്സുള്ള മകന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എന്താണ് മരണകാരണം, ഈ ആത്മഹത്യക്ക് കാരണമെന്നതിനെ കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസും പഴയങ്ങാടി പോലീസും പരിയാരം പോലീസും ഈ സംഭവ സ്ഥലത്തുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. പഴയങ്ങാടി ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്നാണ് ഇവർ കുട്ടിയെ കൊണ്ട് പുഴയിൽ ചാടിയത്. റീമയുടെ മൃതദേഹം, ഈ പുഴയിൽ ചാടിയ അമ്മയുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നു. മകന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രാഖി, മിഥുൻ, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോൾ തീർച്ചയായും കുടുംബത്തിൽ നിന്നുള്ള ഒരു പ്രതികരണത്തിന് ഈ ഘട്ടത്തിൽ പ്രസക്തി ഏറുന്നുണ്ട്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നിലവിൽ അത്തരം വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. കാരണം ഈ പുലർച്ചെ 1:30 സമയത്താണ് ഇവർ ഈ പുഴയിൽ ചാടുന്നത്. വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. കാരണം അവിടെ ഇവർ പുഴയിലേക്ക് ചാടുന്നത് അവിടെ ഉണ്ടായിരുന്നൊരു മത്സ്യത്തൊഴിലാളിയാണ് കണ്ടത്. അയാൾ മീൻ പിടിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഈ കുഞ്ഞിനെ എടുത്തൊരു സ്ത്രീ പുഴയിലേക്ക് ചാടുന്നത് കണ്ടത്. ഉടൻ തന്നെ അവർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം അടക്കം വന്ന് പ്രദേശത്ത് തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ഏതാണ്ട് 9 മണിയോടുകൂടി ഈ അമ്മ പുഴയിൽ ചാടിയ അമ്മയുടെ റീമയുടെ മൃതദേഹം കിട്ടിയത്. 3 വയസ്സുള്ള മകനെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മകന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. രാഖി, മിഥുൻ, കണ്ണൂർ പഴയങ്ങാടിയിൽ കുഞ്ഞുമായി പുഴയിൽ ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. ചെമ്പല്ലിക്കുണ്ട് പാലത്തിൽ നിന്നാണ് കുഞ്ഞുമായി അമ്മ പുഴയിൽ ചാടിയത്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി നടന്ന സംഭവമാണ്. വെങ്ങര നടക്കും താഴെ സ്വദേശി MV റീമയാണ് മരിച്ചത്. 3 വയസ്സുള്ള മകനായിട്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.